പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും. തങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് അവർ നിങ്ങളെ മർദ്ദിക്കും. നിങ്ങൾ എന്നെ പ്രതി നാടുവാഴികളുടെയും രാജാക്കന്മാരുടെയും സന്നിധിയിലേക്ക് നയിക്കപ്പെടും. അവിടെ അവരുടെയും വിജാതിരുടെയും മുമ്പാകെ നിങ്ങൾക്ക് സാക്ഷ്യം നൽകും. അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എങ്ങനെ പറയണമെന്നോ എന്തു പറയണമെന്നോ നിങ്ങൾ ആകുലരാകേണ്ട. നിങ്ങൾ പറയേണ്ടത് ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവ്വരാലും ദൂഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. ഒരു പട്ടണത്തിൽ അവർ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ മറ്റൊന്നിലേക്ക് ഓടിപ്പോകുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യപുത്രൻ്റെ ആഗമനത്തിനു മുമ്പ് നിങ്ങൾ ഇസ്രായേലിലെ പട്ടണങ്ങളെല്ലാം ഇങ്ങനെ ഓടിപ്പൂർത്തിയാക്കുകയില്ല. ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനനെ പോലെയും ആയാൽ മതി. ഗൃഹനാഥനെ അവർ ബെൽസെബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവൻ്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുവേശുവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ, വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. അപ്പസ്തോലന്മാരെ പ്രേക്ഷിത പ്രവർത്തനത്തിന് അയക്കുമ്പോൾ അവരെന്തെല്ലാം ഒരുക്കങ്ങൾ നടത്തണമെന്ന് അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെയും ഞെരുക്കങ്ങളെയും സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. അതായത് അവരോട് എല്ലാ ദേശത്തേക്കും പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ, രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ, പിശാചുക്കളെ ബഹിഷ്കരിക്കുവാനൊക്കെ അധികാരം നൽകി അവൻ പറഞ്ഞയച്ചു. ഉടനെ തന്നെ അവരോട് പറയുകയാണ്, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരും, നിങ്ങൾ ഞെരുക്കങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന്. ഇനിയും പറയുകയാണ്, നിങ്ങൾ ഞെരുക്കം അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ കാരണം നിങ്ങൾ എൻ്റെ നാമം പേറിക്കൊണ്ടു പോകുന്നത് കൊണ്ടാണ്. അതായത് യേശു തമ്പുരാൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്, യേശുവിൻ്റെ നാമം പേറിയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ കൃത്യമായും ജീവിതത്തിൽ വേദനയുടെ വഴിയിലൂടെ കടന്നു പോകേണ്ടി വരും. കാരണം തമ്പുരാനെ അവർ ആ വേദനയുടെ വഴിയിലൂടെ നടത്തിയിട്ടുണ്ട്. തീർച്ചയായും അത് നമ്മുടെയും ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് യേശു തമ്പുരാൻ പറയുന്നു. ഇനിയും എന്തുകൊണ്ടാണ് ഇത് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് ഇത് സംഭവിക്കുന്നത് എന്ന് പറയുന്നത്? അതായത് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ സഹിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ സുവിശേഷവും ലൗകിക ആദർശങ്ങളും തമ്മിലുള്ള ഒരു സംഘർഷമാണ് അവിടെ. യേശു പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ വരുമ്പോൾ ലൗകിക ആദർശങ്ങളുടെ പിന്നാലെ പോകുന്നവർ അതിനെതിരെ തിരിയും. ഉദാഹരണമായി പറഞ്ഞാൽ, നിന്റെ ഉടുപ്പെടുക്കുവാൻ നിന്റെ പുറങ്കുപ്പായം ചോദിക്കുന്നവന് ഉടുപ്പൂടി കൊടുക്കുക, രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കുക, ഒരു കർണത്തടിക്കുന്നവന് മറ്റേ കർണം കൂടി കാണിച്ചു കൊടുക്കുക, സഹോദരനെ വിഡ്ഢി എന്ന് വിളിക്കുന്നവൻ കൊലപാതകിയാണ്. ഇപ്രകാരമുള്ള യേശുവിൻ്റെ വചനങ്ങൾ അത് ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ വരുമ്പോൾ തീർച്ചയായും യേശുവിൻ്റെ വചനം പേറുന്നവർക്കെതിരെ അവർ തിരിയുമെന്ന് യേശു തമ്പുരാൻ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, അപ്പസ്തോല പ്രവർത്തനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുവും അതുപോലെ തന്നെ അപ്പസ്തോലന്മാരുമൊക്കെ ന്യായാധിപ സംഘങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത് കൃത്യമായി അവിടെ പറയുന്നുണ്ട്. ഇനിയും അപ്പസ്തോല പ്രവർത്തനം 24-25 അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ
ഈ വേദനയുടെ നാളുകളിൽ സഭ എപ്രകാരമാണ് വളർന്നു വന്നത് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു തമ്പുരാൻ പറയുന്നത്, നിങ്ങൾ ധൈര്യപൂർവ്വം മുൻപോട്ട് പോകുക, നിങ്ങൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. കാരണം യേശുവിൻ്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ് നിങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ മാനുഷികമായ തന്ത്രങ്ങൾ മെനയുവാനോ അല്ലെങ്കിൽ മാനുഷികമായ വഴികൾ തേടിയോ നീ പോകേണ്ടതിൻ്റെ ആവശ്യമില്ല. അവിടെ നീ പരാജയപ്പെടും. നീ ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം: സത്യസന്ധതയോടെ, വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ വചനം നീ പ്രഘോഷിക്കുക. എന്നിട്ട് യേശു തമ്പുരാൻ വളരെ കൃത്യമായി പഠിപ്പിക്കുകയാണ്, ഈ സുവിശേഷം സ്വീകരിക്കുവാൻ മനസ്സില്ലാത്ത ഒരു ദേശത്ത് ശത്രുതയോടുകൂടി യേശുവിൻ്റെ വചനത്തെ സമീപിക്കുന്നവൻ്റെ ദേശത്തേക്ക് നീ ചെല്ലുമ്പോൾ അവിടെ അർത്ഥമില്ലാതെ നീ പിടിച്ചു നിൽക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല. നീ അടുത്ത നഗരത്തിലേക്ക് പോകുക. കാരണം ഇവിടെ നീ ജീവൻ ബലി കഴിച്ചത് കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. നിന്റെ വചനം കേൾക്കുവാൻ, ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ആകാംക്ഷയോടെ ദാഹത്തോടെ ഇരിക്കുന്ന അനേകരുണ്ട്. അവരുടെ അടുത്തേക്ക് നീ കടന്നു ചെല്ലണമെന്ന് യേശു തമ്പുരാൻ പറയുകയാണ്. ഇതുകൊണ്ടാണ് യേശു തമ്പുരാൻ വിവേകപൂർവ്വം സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുക എന്ന്. സുവിശേഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യേശു തമ്പുരാൻ തന്നെ ഇപ്രകാരം യേശുവിനെ പിടിക്കുവാൻ വരുമ്പോൾ അവൻ മാറിപ്പോകുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും 14-ാം അധ്യായത്തിലുമൊക്കെ വളരെ കൃത്യമായി നമ്മളത് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇവിടെ യേശു തമ്പുരാൻ എന്നിട്ട് ഒരു പടി കൂടി കടത്തിക്കൊണ്ട് പറയുകയാണ്, നിന്റെ കുടുംബത്തിലുള്ളവർ തന്നെ, ബന്ധുമിത്രാദികൾ തന്നെ നിനക്ക് തിരിയും. കാരണം ഈ സഭയുടെ ആദിമ നാളുകളിൽ യഹൂദ കുടുംബത്തിലെ എല്ലാവരും ക്രിസ്തുവിൻ്റെ പിന്നാലെ കടന്നു വന്നിട്ടില്ല. അവിടെ നിന്ന് 1-2 അംഗങ്ങൾ മാത്രമൊക്കെയാണ് കടന്നു വന്നത്. അപ്പോൾ ആ കുടുംബത്തിലുള്ളവർ തന്നെ പരസ്പരം ഭിന്നതയും വൈരാഗ്യവും ശത്രുതയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സന്ദർഭത്തെ നിർത്തിയാണ് യേശു തമ്പുരാൻ ഈ കാര്യം പറയുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ സഭ വളർന്നു വന്നത് സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോഴും യേശു തമ്പുരാൻ നമ്മെ സുവിശേഷത്തിലൂടെ നമുക്ക് ബോധ്യമാക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ വിശ്വസ്തയോടുകൂടി നിന്നു കഴിഞ്ഞാൽ തീർച്ചയായും വേദനകളുടെയും പീഡനങ്ങളുടെയും വഴികളിലൂടെ കടന്നുപോയാലും നിന്റെ ജീവിതത്തിൽ ദൈവമയക്കുന്ന ആത്മാവിൻ്റെ സംരക്ഷണം നമുക്കൊക്കെ ഉണ്ടാകുമെന്ന് യേശു തമ്പുരാൻ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, യേശു തമ്പുരാൻ നമ്മോട് പറയുന്നത്, യേശുവിൻ്റെ ദൗത്യത്തിലും യേശുവിൻ്റെ അധികാരത്തിലും മാത്രം നീ കണ്ണു നട്ടിരുന്നിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ യേശു പറഞ്ഞ നല്ല വചനങ്ങൾ കേട്ടിട്ട് കൈയടിച്ചത് കൊണ്ടോ കാര്യമില്ല. മറിച്ച് അവൻ കടന്നുപോയ സഹന വഴിയിലൂടെ, അവൻ സ്വീകരിച്ച ആ രക്തത്തിൻ്റെ കാസ അത് പാനം ചെയ്യുവാൻ നമ്മളും തയ്യാറാകുമ്പോൾ മാത്രമാണ് നമുക്ക് യഥാർത്ഥ ക്രൈസ്തവനായി തീരുവാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യത്തിനാണ് യേശു തമ്പുരാൻ തൻ്റെ ശിഷ്യന്മാരെ ആഹ്വാനം ചെയ്യുന്നത്, യേശു നടന്നുപോയ വഴിയിലൂടെ നടന്നു പോകുവാൻ. കാരണം യേശു തമ്പുരാൻ നടന്നുപോയ ഈ വഴിയിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ മാത്രമാണ് നമ്മുടെ ഈ ജീവിതത്തിൽ തമ്പുരാൻ നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങൾ അത് സുവിശേഷം പറയുന്നത് പോലെ 100 ഇരട്ടിയായി നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ വേദനയുടെ അല്ലെങ്കിൽ സഹനത്തിൻ്റെ വഴിയിലൂടെ സന്തോഷത്തോടുകൂടി കടന്നുപോയിക്കൊണ്ട് യേശുവിനെ പ്രതി ജീവിതത്തിൽ എന്ത് കടന്നു വന്നാലും അതെല്ലാം സ്വീകരിക്കുവാൻ ഒരുക്കമാണ് എന്ന് ജീവിതത്തിലൂടെ പ്രഘോഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. അവിടെ ദാവീദിനെ പോലെ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിലും എൻ്റെ കർത്താവ് എൻ്റെ പക്ഷത്തുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് യാതൊരു ഭയവും കൂടാതെ സന്തോഷത്തോടു കൂടി ജീവിതത്തിൽ പ്രഘോഷിക്കുവാൻ സാധിക്കണം. അല്ലെങ്കിൽ പൗലോസിനെ പോലെ കർത്താവിൻ്റെ പക്ഷത്തെങ്കിൽ ആരെനിക്ക് എതിരേൽക്കും, മരണമോ ദുരിതമോ പീഡനമോ നഗ്നതയോ വാളോ ആപത്തോ എന്ന് ജീവിതത്തിൻ്റെ ഓരോ നിമിഷത്തിലും ഉറക്കെ പ്രഘോഷിക്കുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കണമെങ്കിൽ
എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമാണ് എൻ്റെ തമ്പുരാൻ. അവനറിയാതെ എൻ്റെ ജീവിതത്തിൽ യാതൊന്നും സംഭവിക്കുകയില്ല. അവനാണ് എൻ്റെ ഓഹരിയും അവനാണ് എൻ്റെ രക്ഷാസങ്കേതവുമെന്ന് എനിക്ക് ബോധ്യമുണ്ടാവണം. ഈ ഒരു കൃപയ്ക്ക് വേണ്ടി സർവേശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമേൻ.